നമസ്കാരം. പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 3 മണിക്കൂറിലധികം പിന്നിടുമ്പോഴും നല്ല പോളിംഗ്. കേരളത്തിൽ രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്ന കേരളത്തിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോളിംഗ് ശതമാനം ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഇന്ന് ഏകദേശം കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള പോളിംഗ് നടക്കുകയാണ്. ആ പോളിങ്ങുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ആദ്യം നമുക്ക് തുളുനാടൻ അംഗത്തിൽ കടുത്ത മത്സരത്തിനായിട്ട് കച്ചമുറുക്കിയിരിക്കുന്ന 3 മുന്നണികളാണ് കഴിഞ്ഞ തവണ നേടിയ സ്വപ്നതുല്യമായിട്ടുള്ള വിജയം ആവർത്തിക്കുമെന്ന് മാത്രമല്ല ഭൂരിപക്ഷം 1 ലക്ഷം കടക്കുമെന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥികൾ കാസർഗോഡ് നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആത്മവിശ്വാസം. മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് താൻ നേടിയെടുത്ത ജനസമ്മതിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളും വിലക്കയറ്റം, ക്ഷേമ പെൻഷൻ മുടങ്ങൽ തുടങ്ങി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളും UDF വോട്ടായി മാറുമെന്ന് തന്നെയാണ് ഉണ്ണിത്താൻ പ്രതീക്ഷിക്കുന്നതും പറയുന്നതും. ഇവിടെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ നിയോജക മണ്ഡലങ്ങളിൽ വൻ ലീഡ് നേടി മറ്റു മണ്ഡലങ്ങളിലെ LDF ലീഡ് പരമാവധി കുറച്ച് വിജയം നേടാമെന്നാണ് UDFിൻ്റെ കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത്. NDA സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത ഏറെക്കുറെ അസാധ്യമായതിനാൽ തന്നെ കന്നഡ മേഖലയ്ക്ക് പുറത്തുള്ള BJP വോട്ട് ബാങ്കിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF. പരമ്പരാഗത ഇടത് മണ്ഡലം എന്ന പേര് തിരികെ പിടിക്കാനായിട്ടാണ് രണ്ടും കൽപ്പിച്ചൊരു പോരാട്ടത്തിനായിട്ട് ഇപ്പോൾ LDF ഒരുങ്ങുന്നത്. കാസർഗോഡ് കഴിഞ്ഞ തവണത്തെ കനത്ത തോൽവി മറക്കാൻ വൻ ഭൂരിപക്ഷത്തോടെയുള്ള ജയം ഇവർക്ക് അനിവാര്യവുമാണ്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടി സംവിധാനത്തിൻ്റെ പിന്തുണയാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള MV ബാലകൃഷ്ണൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയപ്പെടുന്നത്. വിജയം ഉറപ്പാണെന്നും ഭൂരിപക്ഷം ഉയർത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് തങ്ങൾ നടത്തിയത് എന്നും LDF നേതൃത്വം പറയുകയും ചെയ്യുന്നു. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി തുടങ്ങിയ പരമ്പരാഗത ഇടതു മണ്ഡലങ്ങളിൽ ഉജ്ജ്വല പ്രകടനം നടത്തുകയും കഴിഞ്ഞ തവണ ഏറെ പിറകിലായിപ്പോയ ഉദുമയിൽ ലീഡ് നേടിയും വിജയം ഉറപ്പാക്കാമെന്ന് ഇടത് കേന്ദ്രങ്ങൾ അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിൽ പോകുമ്പോൾ കണ്ണൂരിൻ്റെ വിജയസാധ്യതകൾ എങ്ങനെയാണ്? 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 മാത്രം UDFിൻ്റെതായിട്ടും ബാക്കിയെല്ലാം LDFിൻ്റെ കുത്തക മണ്ഡലങ്ങളാകുന്നതാണ് കണ്ണൂർ. ഇതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രമെന്ന് പറയപ്പെടുന്നത്. നിയമസഭയും തദ്ദേശവും ഭൂരിഭാഗവും ഇടത്തോട്ടാണ് ചായ്വെങ്കിലും ലോക്സഭ കൂടുതലായും വലത്തോട്ടാണ് ചായുന്നത്. മുഖ്യമന്ത്രിയുടെയും KPCC അധ്യക്ഷൻ്റെയും മണ്ഡലമായതിനാൽ തന്നെ ഇക്കുറി വലിയ രാഷ്ട്രീയ പ്രചരണമായിരുന്നു മണ്ഡലത്തിൽ അരങ്ങേറിയിരുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളെക്കാൾ ഉപരി കണ്ണൂരിൽ ചർച്ചയായത് ബോംബ് രാഷ്ട്രീയവും കള്ളവോട്ടും സൈബർ ആക്രമണവും ഒക്കെയായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം സംഭവിച്ചത് അയൽ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അയൽ മണ്ഡലങ്ങളിലായിരുന്നുവെങ്കിലും കണ്ണൂർ മണ്ഡലത്തിലാണ് ഏറെയും ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. ബോംബിൽ തുടങ്ങി കള്ളവോട്ടിൽ അവസാനിച്ച കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് വിഷയങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. തിരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിൽ കള്ളവോട്ടുകൾ ചർച്ചയാകുന്നത് ഇത് പുതുമയല്ല. ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ചർച്ചയായി എന്നത് ഏറ്റവും ശ്രദ്ധേയമാവുകയും ചെയ്യുന്നു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരിയിലാണ് വീട്ടിലെ വോട്ടിൽ CPM നേതാവ് കള്ളവോട്ട് ചെയ്തത്. പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നടപടി നേരിട്ട സംഭവം. UDF പ്രചരണമാക്കുന്നതിനിടയിലാണ് MLAയുടെ നേതൃത്വത്തിൽ വീട്ടിലെ വോട്ടിൽ കണ്ണൂരിൽ UDF ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്തെന്ന പരാതിയുമായിട്ട് LDF ഇപ്പോൾ രംഗത്തെത്തിയത്. ഇതിനെതിരെയും നടപടി ഉണ്ടായി എന്നുള്ളതാണ്. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവം അത് വടകര മണ്ഡലത്തിലാണെങ്കിലും കണ്ണൂരിലെ പ്രചരണ രംഗത്തെ അത് ചൂടുപിടിപ്പിച്ചു. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവർ CPM DYFI പ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമ്മൾ വടകരയിലേക്ക് പോവുകയാണെങ്കിൽ വടകരയിൽ ഇരുപക്ഷവും അത് ഇടതുപക്ഷവും UDFും ഒക്കെ വലിയ വിജയപ്രതീക്ഷയിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഇവിടെ പ്രവചനം അസാധ്യവുമാണ്. CPMൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള KK ശൈലജയെ ഇടതുമുന്നണി വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് തന്നെ ടീച്ചർക്കുള്ള അംഗീകാരത്തിൻ്റെ നിറവിൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുവാനാണ്. അതേസമയം മണ്ഡലം നിലനിർത്തുകയെന്ന ദൗത്യമാണ് UDF ഷാഫി പറമ്പിലിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലും ഷാഫി പറമ്പിലിനെ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത് മുസ്ലിം ലീഗാണ്. യുവതലമുറയിൽ വലിയ തോതിൽ ചലനം സൃഷ്ടിക്കുവാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട്. മണ്ഡലത്തിൽ UDFിലെ ഐക്യവും RMPയുടെ സ്വാധീനവും തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഒരു ദശാബ്ദത്തിന് മുൻപാണ് TP ചന്ദ്രശേഖരനെ CPM പ്രവർത്തകർ കൊലപ്പെടുത്തിയത് എങ്കിലും അതിൻ്റെ അലയൊലികൾ കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത കാലത്ത് ഈ കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി അത് കോടതി ശരിവെച്ചതും വെറുതെ അയക്കപ്പെട്ടവർക്ക് ശിക്ഷ നൽകിയതും സജീവ ചർച്ചയായിരുന്നു. പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഷാഫി പറമ്പിൽ മുന്നേറ്റം കൈവരിച്ചതും പാനൂരിൽ ബോംബ് നിർമ്മാണത്തിൻ്റെ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടതും ഇടതുമുന്നണിക്ക് തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് സൈബർ ആക്രമണം എന്ന പരാതിയുമായിട്ട് ഷാഫിക്കെതിരെ ശൈലജ ടീച്ചർ രംഗത്തെത്തിയത്. അതും സൈബർ കേസുകളിലേക്കും അറസ്റ്റിലേക്കും കോടതി വ്യവഹാരത്തിലേക്കുമൊക്കെ നീങ്ങിയതും കേരളം കണ്ടതാണ്. വടകരയിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലേക്ക് സൈബർ ആക്രമണം ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാൻ CPMന് കഴിഞ്ഞു എന്നുള്ള പ്രത്യേകതയുണ്ട്. അതേസമയം ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുവാൻ UDFിന് കൃത്യമായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട് മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. ഉറപ്പിച്ചിരിക്കുകയാണ് UDF. അട്ടിമറി നടക്കുമെന്ന് LDFും കരുത്ത് കാട്ടുമെന്ന് NDAയും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു മണ്ഡലമാണത്. CPIയിലെ ആനി രാജയാണ് LDFിന് വേണ്ടി ഇവിടെ മത്സരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K സുരേന്ദ്രനാണ് NDA സ്ഥാനാർത്ഥി.
2019 തെരഞ്ഞെടുപ്പിൽ 4,13,394 വോട്ട് ഭൂരിപക്ഷത്തിനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം. ഇത്തവണ വയനാട് മണ്ഡലത്തിൽ 14,64,472 പേർക്കാണ് സമ്മതിദാനാവകാശമുള്ളത്. ഭൂരിപക്ഷം മെച്ചപ്പെടുത്തുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന വിശ്വാസത്തിലാണ് മണ്ഡലത്തിലെ UDF നേതാക്കൾ. എന്നാൽ വയനാട് ചരിത്രം തിരുത്തുമെന്നും ആനി രാജ പാർലമെന്റിൽ എത്തുമെന്നുമാണ് LDF മോഹിക്കുന്നത്. 2 മാസത്തോളമാണ് ആനി രാജ മണ്ഡലത്തിൽ പ്രചാരണത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിൻ്റെ ഇരട്ടിയിലധികം വോട്ടാണ് ഇവിടെ NDA ലക്ഷ്യമിടുന്നത്. കെ സുരേന്ദ്രനിലൂടെ രാഹുൽ ഗാന്ധിയും ആനി രാജയും തമ്മിലാണ് മണ്ഡലത്തിൽ മുഖ്യ അംഗം നടക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൽ UDF നേതാക്കൾക്കും അണികൾക്കും ശങ്ക ഏതുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. വോട്ടർമാരിൽ ഇളക്കമുണ്ടാക്കുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് കോൺഗ്രസ് ലീഗ് നേതാക്കൾ തന്നെ കരുതുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ടുള്ള LDF പ്രചാരണങ്ങളെ അതിനെ അടിയെ വെട്ടിയെറിയുവാൻ കഴിഞ്ഞു എന്നും UDF പറയുന്നുണ്ട്. UDF അണികളും അനുഭാവികളുമല്ലാത്തവരുടെ വോട്ടും 2019 കൈപ്പത്തി അടയാളത്തിലേക്ക് പ്രവഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. NDA സ്ഥാനാർത്ഥിയായിട്ട് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് വലിയ സാധ്യതയാണ് ഇപ്പോൾ ഇടതുപക്ഷം കാണുന്നത്. കോഴിക്കോട് മണ്ഡലത്തിൽ പോവുകയാണെങ്കിൽ കോഴിക്കോട്ട് പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന് സമ്മതിദായകർ നടന്നു നീങ്ങുമ്പോൾ അവിടെ കോഴിക്കോട്ടെ ഇടതുമുന്നണിയുടെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് നെഞ്ചിടിപ്പേറുകയാണ് എന്ന് പറയാം. ജനകീയൻ എന്ന ആത്മവിശ്വാസത്തിൻ്റെ കരുത്തിലാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായുള്ള MK രാഘവൻ എന്ന രാഘവേട്ടൻ. അതേസമയം പ്രതീക്ഷ നിലനിർത്തുകയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇളമരം കരീം. കനത്ത മത്സരം നടന്ന കോഴിക്കോട്ട് UDFിനാണ് മുൻതൂക്കമെന്ന് കരുതുന്നവരാണ് ഏറെയും അവിടെ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 4ാം തവണയും ജനവിധി തേടുന്ന രാഘവൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തന ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വിവാഹ വീടുകളിലും മരണ വീടുകളിലും സ്ഥിരം സാന്നിധ്യമാണ് രാഘവേട്ടൻ. UDFിൻ്റെ സംഘടനാ ബലത്തിലല്ല രാഘവൻ ഇതുവരെ ജയിച്ചു വന്നിട്ടുള്ളത് എന്നത് ചരിത്രമാണ്. അതിൻ്റെ മുഖ്യ ഘടകം ജനകീയതയാണ്. ഇത്തവണയും രാഘവൻ കാത്തിരിക്കുന്നത് ഈ ജനകീയത വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ തലയെടുപ്പാണ് ഇളമരം കരീമിൻ്റെ മുതൽക്കൂട്ട് എന്ന് പറയപ്പെടുന്നത്. രാജ്യസഭാംഗ നിലയിൽ നടത്തിയ തൻ്റെ പ്രവർത്തനങ്ങളാണ് വോട്ടർമാർക്ക് മുന്നിലേക്ക് അദ്ദേഹം ചർച്ചയാക്കി ഉയർത്തിവിട്ടത്. വോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് NDA സ്ഥാനാർത്ഥിയായുള്ള MD രമേശിന് പക്ഷേ കോഴിക്കോടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടക്കം കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കിയതിൻ്റെ ക്രെഡിറ്റാണ് MK രാഘവൻ ഉയർത്തിക്കാട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. CPM ജനറൽ സെക്രട്ടറിയായുള്ള സീതാറാം യെച്ചൂരി, മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ള നേതാക്കളെ അണിനിരത്തിയാണ് ഇടതുപക്ഷം പക്ഷേ കോഴിക്കോട് പ്രചരണം കൊഴുപ്പിച്ചിരുന്നത് അതാണ് അവിടുത്തെ പ്രത്യേകത. ഇനി മലപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിൻ്റെ നീണ്ട നാളത്തെ പ്രചാരണം അവസാനിപ്പിച്ചപ്പോൾ മലപ്പുറം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളും അണികളും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്ന് പറയാം. ഇക്കുറി ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടുമെന്ന് UDF അക്കമിട്ട് പറയുമ്പോൾ UDFിന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുമെന്ന് തന്നെയാണ് LDFും മികച്ച ജയം നേടുമെന്ന് NDAയും വാദമുയർത്തുന്ന മണ്ഡലമാണ് മലപ്പുറം. മലപ്പുറത്തെ ഇളക്കി മറിച്ച പ്രചാരണമാണ് മുന്നണികൾ കാഴ്ചവെച്ചത് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവല്ല. UDFിനായിട്ട് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയായിട്ടുള്ള ET മുഹമ്മദ് ബഷീറും LDFിനായിട്ട് DYFI സംസ്ഥാന പ്രസിഡന്റ് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുമായിട്ടുള്ള B വസീഫും NDAക്കായിട്ട് കാലിക്കട്ട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാമുമാണ് സ്ഥാനാർത്ഥികൾ. 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ മലപ്പുറം മണ്ഡലത്തിൽ 2009 മുതൽ ലോക്സഭയിലേക്ക് നടന്ന 6 തെരഞ്ഞെടുപ്പുകളിലും ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFിനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതേ മണ്ഡലത്തിൽ പഴയ മുഖമായ മഞ്ചേരിയിൽ 2004 രാഷ്ട്രീയ അട്ടിമറിയിലാണ് LDF പ്രതീക്ഷ നിലനിർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. CPMലെ TK ഹംസ അന്ന് നേടിയ ഞെട്ടിപ്പിക്കുന്ന വിജയത്തിൻ്റെ 20ാം വാർഷികമാണ് ഇത്തവണയെന്ന് LDF ഉറക്കെ പറയുന്നുണ്ട്. മലപ്പുറം മണ്ഡലത്തിൽ 2021 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF 1 ലക്ഷത്തോളം വോട്ടുകൾ വർദ്ധിപ്പിച്ചതും UDFിൻ്റെ ഭൂരിപക്ഷം 1.14 ലക്ഷമായി കുറച്ചതുമാണ് അവർ വലിയ സാധ്യതയായി കാണുന്നത് LDF. ഇനി നമ്മൾ പൊന്നാനിയിലേക്ക് പോകുന്നു. പൊന്നാനി മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് വളരെ ശക്തമായ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമായ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇരുമുന്നണികളും പ്രതീക്ഷയോടെയാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോട്ട നിലനിർത്തുക എന്നതാണ് UDF സ്ഥാനാർത്ഥി MP അബ്ദുൽ സമദ് സമദാനി മുസ്ലിം ലീഗും ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ എന്ത് വില കൊടുത്തും പൊന്നാനി പിടിക്കുക എന്നതാണ് മുസ്ലിം ലീഗ് മുൻ നേതാവ് കൂടിയായിട്ടുള്ള LDFിൻ്റെ സ്ഥാനാർത്ഥി K സംസയുടെയും CPMൻ്റെയും ലക്ഷ്യം. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം നൽകിയ ചരിത്രമുള്ള ഒരു മണ്ഡലമാണിത്. എന്നാൽ ഏതാനും വർഷങ്ങളായി CPM രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വേദിയാക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പൊന്നാനി എന്ന് പറയപ്പെടുന്നത്. തിരൂരങ്ങാടി, കോട്ടക്കൽ, താനൂർ, തിരൂർ, തവനൂർ, പൊന്നാനി, തൃത്താല എന്നീ 7 നിയോജക മണ്ഡലങ്ങളിൽ 4ഇടത്ത് CPMനും 3ഇടത്ത് മുസ്ലിം ലീഗിനുമാണ് നിയമസഭാംഗങ്ങളുള്ളത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിനോടൊപ്പം നിൽക്കുന്നതാണ് പൊന്നാനിയുടെ എല്ലാ കാലത്തെയും ചരിത്രമെന്ന് പറയപ്പെടുന്നത്. ഇത്തവണ മത്സരം കടുക്കുമ്പോൾ മുസ്ലിം സംഘടനകളുടെ വോട്ടും അടിയൊഴുക്കുകളും പൊന്നാനിയിലേറെ നിർണായകമാണ്. BJPക്കായി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനാണ് മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയായിരുന്ന VT രമയ്ക്ക് 1.10 ലക്ഷം വോട്ടുകളാണ് ലഭിച്ചത്. പൊന്നാനിയിലും തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം കേന്ദ്ര സർക്കാർ നിലപാടുകളും സംസ്ഥാന ഭരണവുമായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ ചെല്ലുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ. പാലക്കാട് മണ്ഡലം ഇത്തവണ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണ് എന്ന് വേണമെങ്കിൽ പൊതുവേ ഒരു വിലയിരുത്തലുകളുണ്ട്. അപ്പോഴും വിജയം തങ്ങൾക്കൊപ്പം എന്ന 3 മുന്നണികളും ഒരുപോലെ അവകാശപ്പെടുന്ന മണ്ഡലമാണ് പാലക്കാട്. ഇതുതന്നെയാണ് മണ്ഡലത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പ്രചാരണ മികവ് വോട്ടാകുമെന്നും വിജയം ഒപ്പം നിൽക്കുമെന്നും വിലയിരുത്തുകയാണ് 3 മുന്നണി ക്യാമ്പുകളും എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടുകയും ചെയ്യാം.
പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാൻ ശ്രമിച്ചുവെന്ന് 3 ക്യാമ്പുകളും അവകാശപ്പെടുന്നുണ്ട്. വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണയെന്ന് 3 ക്യാമ്പുകളും പറയുമ്പോൾ ഇനി എല്ലാം വോട്ടർമാരുടെ കൈകളിലാണ്. അവരാണ് ഇന്ന് വോട്ട് ചെയ്യേണ്ടത്. ന്യൂനപക്ഷ വോട്ടർമാരുടെ അടിയുറച്ച പിന്തുണയുണ്ട് എന്ന് മോദിയും പിണറായി വിരുദ്ധ തരംഗം സംസ്ഥാനത്തൊട്ടാക്കെ എന്നതുപോലെ മണ്ഡലത്തിലും അലയടിക്കുന്നുണ്ട് എന്ന് UDF ക്യാമ്പ് വിലയിരുത്തപ്പെടുന്നുണ്ട്. MP എന്ന നിലയിൽ മണ്ഡലത്തിൽ നടപ്പാക്കിയ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള VK ശ്രീകണ്ഠൻ്റെ പര്യടനം തന്നെ പാലക്കാട്ട് നടന്നത്. പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള മണ്ണ് തിരിച്ചു പിടിക്കുവാൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള A. വിജയരാഘവൻ തന്നെ രംഗത്തെത്തിയതോടെ മികച്ച ആവേശത്തിലായിരുന്നു LDF ക്യാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രചാരണത്തിൽ ഉടനീളം ഇത് പ്രകടമാവുകയും ചെയ്തിരുന്നു. മോദി വിരുദ്ധതയും പാർലമെന്റിൽ ഇടത് ശബ്ദത്തിൻ്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടിയുള്ള പ്രചാരണം ജനങ്ങളിലെത്തിക്കാനായി എന്ന് LDF ക്യാമ്പ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആലത്തൂർ നിയോജക മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ ആലത്തൂരിൽ പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പമെങ്കിലും സംവരണ മണ്ഡലത്തിൽ മേൽക്കൈ അവകാശവാദവുമായിട്ട് UDF മുന്നണിയിലുണ്ട്. LDF മുന്നണികളും അത്തരത്തിൽ തന്നെയാണ്. മോദി പിണറായി വിരുദ്ധ തരംഗം അലയടിക്കുമെന്ന് ഉറപ്പിക്കുമ്പോൾ തുടർ വിജയം ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് UDFിൻ്റെ കണക്കുകൂട്ടലുകൾ എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. കേന്ദ്ര സംസ്ഥാന ഭരണങ്ങൾക്കെതിരായിട്ടുള്ള വികാരം അത് പ്രചാരണത്തിന് തുടക്കം മുതൽ ദൃശ്യമായിരുന്നെന്ന് UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിൻ്റെ ക്യാമ്പ് വിലയിരുത്തപ്പെടുന്നു. വോട്ടിംഗ് ശതമാനം കൂടുമെന്നും സ്ത്രീ യുവജന വോട്ടർമാർ ഇത്തവണ ഒപ്പമുണ്ടാകുമെന്നും തന്നെയാണ് UDF കണ്ണും പൂട്ടി പ്രതീക്ഷിക്കുന്നത് എന്ന് വേണമെങ്കിലും പറയാം. തങ്ങൾക്ക് വേരോട്ടമുള്ള മണ്ണിൽ സീറ്റ് തിരികെ പിടിക്കാൻ പഴുതടച്ച പ്രചാരണമായിരുന്നു എന്നാൽ LDF നടത്തിയിരുന്നത്. ഇത് ഫലം കണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. സംസ്ഥാന മന്ത്രിയും CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള K. രാധാകൃഷ്ണൻ്റെ ഇമേജിൽ ഊന്നി തന്നെയായിരുന്നു LDFിൻ്റെ പ്രചരണം അവിടെ അരങ്ങേറിയത്. മോദി വിരുദ്ധ തരംഗം LDFിന് ഗുണം ചെയ്യുമെന്നും ക്യാമ്പ് വിലയിരുത്തപ്പെടുന്നുണ്ട്. പിണറായി വിരുദ്ധത എന്നൊരു വികാരമില്ല എന്നും ഇവർ പറയുന്നുണ്ട്. മണ്ഡലത്തിലെ വോട്ടർമാരുടെ പരിപൂർണ്ണ പിന്തുണ ഇത്തവണ ഉണ്ടാകുമെന്നും സീറ്റ് തിരികെ പിടിക്കുമെന്നും LDF ഉറപ്പിച്ചു പറയുന്നു. അതായത് പ്രസ്റ്റീജ് മണ്ഡലം അല്ലെങ്കിലും NDA ക്യാമ്പ് വളരെ വലിയ വിജയപ്രതീക്ഷയിലാണ്. തള്ളിക്കളയുന്നില്ല. മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി മോദിയുടെ ഗ്യാരണ്ടി പ്രചാരണം മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിക്കാനായി BJPക്ക്. ഇനി നമ്മൾ തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ തൃശ്ശൂരിൽ 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അടിയൊഴുക്കുകൾ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവസാന ദിവസങ്ങളിൽ പ്രചാരണ വിഷയങ്ങൾ മാറിമറിഞ്ഞത് കാര്യങ്ങൾ കുറെ കൂടി പ്രവചനാതീതമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ തുടങ്ങി തൃശ്ശൂർ പൂരം പ്രതിസന്ധി വരെ മുന്നണികൾ ചർച്ചയാക്കി എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം മുന്നണികളുടെ ദേശീയ നേതാക്കൾ പ്രചാരണത്തിൽ ഇറങ്ങിയതുകൂടിയായിരുന്നു തൃശ്ശൂരിൽ. UDFിന് വേണ്ടി K. മുരളീധരനും LDFിനായി V. S. സുനിൽകുമാറും NDA സ്ഥാനാർത്ഥിയായിട്ട് അവിടെ സുരേഷ് ഗോപിയും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുടമാറ്റത്തെക്കാൾ ആകാംക്ഷയാണ് ഫലപ്രഖ്യാപനം വരെയുള്ള കാത്തിരിപ്പ് എന്ന് പറയപ്പെടുന്നത്. 1952 മുതൽ 2019 വരെ LDF സ്ഥാനാർത്ഥികൾ 10 വട്ടവും UDF സ്ഥാനാർത്ഥികൾ 7 വട്ടവും വിജയിച്ചിരുന്നു. 20-24% വരെ ക്രിസ്ത്യൻ വോട്ടുകൾ 14.17% വരെ മുസ്ലിം വോട്ടുകളുമുള്ള മണ്ഡലത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ നിർണായകമാകുന്ന മണ്ഡലമാണ്. കച്ചവടത്തിനും സംരംഭകത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തവുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വസ്ത്രവ്യാപാരം, സ്വർണം, ചിട്ടി എന്നിവയടക്കം ഇന്ത്യയിലെമ്പാടും വേരുറപ്പിച്ചവയടക്കമുള്ള നിരവധി വൻകിട ചെറുകിട സ്ഥാപനങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് തുടങ്ങുന്നത്. സമ്പന്ന മധ്യവർത്തി കുടുംബങ്ങൾ ധാരാളമുള്ള ഇവിടെ അടിസ്ഥാന വികസനത്തിനപ്പുറം കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളും സ്ഥാനാർത്ഥികളുടെ വാഗ്ദാന പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. കടലും കാടും മതിലിടുന്ന മണ്ഡലത്തിൽ കാർഷിക വന്യജീവി പ്രശ്നങ്ങളും തീരദേശ പ്രതിസന്ധികളും ഒക്കെ വോട്ടിനെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇനി നമ്മൾ ചാലക്കുടിയിലേക്ക് പോകുന്നു. ചാലക്കുടിയിൽ പോകുമ്പോൾ വലത് ചായ്വുള്ളതും അതേസമയം ഇടത്തോട്ട് മറിയാൻ മടിയില്ലാത്തതുമായിട്ടുള്ള ചാലക്കുടി മണ്ഡലത്തിൻ്റെ ഇക്കുറി അടിയൊഴുക്കുകളാണ് ഫലം നിർണ്ണയിക്കുക. ചതുഷ്കോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ കന്നി മത്സരത്തിന് ഇറങ്ങിയത് 2020 സമാഹരിക്കുന്ന വോട്ടുകൾ നിർണായകമാകുമെന്നുള്ളതാണ്. വലത് സ്വഭാവമുള്ള മണ്ഡലത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥിലൂടെ അട്ടിമറി വിജയമാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. അതേസമയം സിറ്റിംഗ് MPയും പ്രമുഖ കോൺഗ്രസ് നേതാവായിട്ടുള്ള ബെന്നി ബെഹനാൻ മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം. അട്ടിമറി വിജയം നേടാൻ തേടിക്കൊണ്ട് 2020 സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ പ്രചാരണരംഗത്ത് നല്ല മുന്നേറ്റം നടത്തുകയും ചെയ്യുന്നുണ്ട്. മുകുന്ദപുരത്തിൽ നിന്ന് മണ്ഡലം പുനർനിർണയത്തോടെ ചാലക്കുടിയായി മാറിയ മണ്ഡലത്തിൽ നടന്ന 3 തെരഞ്ഞെടുപ്പുകളിൽ 2 തവണ UDFും 1 തവണ ഇടതുമുന്നണിയുമായിരുന്നു ജയിച്ചു കയറിയത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തില്ലാതിരുന്ന 2020യുടെ വരവ് അത് ഇടത് വലത് മുന്നണികളെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ 2020യുടെ വോട്ടുകൾ കോൺഗ്രസിനാണ് തിരിച്ചടിയാകുന്നത് എന്നാണ് ഇടതുമുന്നണി പറയുന്നത്. മണ്ഡലത്തിലെ അടിയൊഴുക്കുകളും സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായയും തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഇടതുമുന്നണി കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ 2020യെയും ഇടതുമുന്നണിയെയും പിന്നിലാക്കാൻ പോകുന്നതാണ് എന്നാണ് കോൺഗ്രസിൻ്റെ വാദം. അതേസമയം മോദി പ്രഭാവത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. 2019 UDF 47.8%, LDF 34.45%, BJP 15.6% വോട്ടുകൾ നേടിയ മണ്ഡലമാണ് ചാലക്കുടി. ഇനി നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു.
എറണാകുളത്ത് അധികം ആരും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് എറണാകുളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മുഖത്തെ ഏറ്റവും വലിയ അന്തിമ ചിത്രമെന്ന് പറയപ്പെടുന്നത്. ഹൈബി ഈഡൻ ഈ സീറ്റ് നിലനിർത്തുമെന്ന് ഉറപ്പിക്കുന്ന UDF റെക്കോർഡ് ഭൂരിപക്ഷം കൂടി അവകാശപ്പെടുന്ന മണ്ഡലം. അട്ടിമറി വിജയം നേടി വനിതാ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയ LDF ശക്തമായിട്ടുള്ള പ്രചാരണമാണ് മണ്ഡലത്തിലെങ്ങും നടത്തിയത്. ഉറച്ച UDF കോട്ടയെങ്കിലും ഇടയ്ക്ക് അതിൽ വിള്ളൽ വീഴ്ത്തിയതിൻ്റെ ചരിത്രം കൂടിയുള്ള എറണാകുളത്ത് KJ ഷൈൻ വിജയം നേടുമെന്നാണ് LDFിൻ്റെ അവകാശവാദമെന്ന് പറയപ്പെടുന്നത്. ഡോക്ടർ KS രാധാകൃഷ്ണനിലൂടെ വോട്ട് വിഹിതം ഉയർത്തുവാനുള്ള ദൗത്യം വിജയിക്കുമെന്ന് NDA കണക്കുകൂട്ടുകയും ചെയ്യുന്നു. 2020 സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആന്റണി ജൂഡി ഉൾപ്പെടെ എറണാകുളത്ത് ജനവിധി തേടുന്നത് 10 സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ 2 തവണ ഈ UDF ഭൂരിപക്ഷം ഉയർത്തിയതാണ് ഈ മണ്ഡലത്തിൽ. അതാണ് അതിൻ്റെ ചരിത്രമെന്ന് പറയപ്പെടുന്നത്. 2014 KV തോമസ് നേടിയ 87,047 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്നത് 2019 ഹൈബി കളത്തിലിറങ്ങിയപ്പോൾ 1,69,953 ഉയർന്നു എന്നുള്ള പ്രത്യേകത കൂടി ആ മണ്ഡലത്തിലുണ്ട്. UDF 4,91,263, LDF 3,22,110, NDA 1,37,749 വോട്ടുകളുമായിരുന്നു കഴിഞ്ഞ തവണത്തെ വോട്ടുനില എന്ന് പറയപ്പെടുന്നത്. സിറ്റിംഗ് MPയുടെ മികച്ച പ്രകടനം സർക്കാർ സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ സർക്കാർ കോർപ്പറേഷൻ ഭരണവിരുദ്ധ വികാരവുമൊക്കെ ചേരുമ്പോൾ ഭൂരിപക്ഷം കുതിച്ചുയരുമെന്ന് തന്നെയാണ് കണക്ക് നിരത്തിക്കൊണ്ട് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നാൽ എറണാകുളം ഇക്കുറിച്ച് മാറി ചിന്തിക്കുമെന്നാണ് LDF പറയുന്നത്. ഇനി നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിൽ ഈ വേനൽച്ചൂടിൽ പൊടിപൊടിച്ചുള്ള പ്രചാരണത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് സംവിധായകർ ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ സംസാര വിഷയം ഒന്ന് മാത്രമാണ്. ഇടുക്കിയിൽ ആര് കപ്പടിക്കുമെന്നുള്ളതാണ്. 3 മുന്നണികൾക്കും വിജയപ്രതീക്ഷയാണ് അവിടെ ഉള്ളത്. നിശബ്ദ പ്രചാരണ ദിവസമായ കഴിഞ്ഞ ദിവസം വോട്ടർമാരെ നേൽക്കണ്ട് വോട്ടുറപ്പിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ. UDFിൻ്റെ ഉറച്ച കോട്ടയെന്നാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്നതെങ്കിലും ഒടുവിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഈ വാദത്തിൻ്റെ മുനയൊടിക്കുന്നതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. വിദൂര ഗ്രാമമായ സംസ്ഥാനത്തെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്തുള്ള ഇടമലക്കുടിയിൽ വരെ സ്ഥാനാർത്ഥികളെത്തി വോട്ട് തേടി. മാത്രമല്ല മണ്ഡലത്തിലെ പൊതുവികസനം, ഭൂപ്രശ്നങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധത, നിർമ്മാണ നിരോധനം, MP ആയിരിക്കെ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇവയൊക്കെ തുടങ്ങിയവയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഡീൻ കുര്യാക്കോസിൻ്റെ പ്രചാരണങ്ങൾ. എന്നാൽ ഭൂപരിഷ്കരണ ചട്ട ഭേദഗതി, LDF സർക്കാരിൻ്റെ ഭരണ നേട്ടം, മുൻ MP എന്ന നിലയിൽ ദേശീയപാതകളുടെ നിർമ്മാണം അടക്കമുള്ളവ, ജോർജ് ജോർജ് മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനങ്ങൾ ഇവയൊക്കെയായിരുന്നു LDF പ്രചാരണത്തിൻ്റെ കുന്തമുനയായി അവർ മുന്നോട്ട് കൊണ്ടുവന്നത്. NDA സ്ഥാനാർത്ഥിയായുള്ള സംഗീത വിശ്വനാഥനാകട്ടെ മോദി പ്രഭാവം വോട്ടാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് നടത്തിയത്. മോദി ഭരണത്തിൽ രാജ്യത്തുണ്ടായ വികസന മുന്നേറ്റമാണ് പ്രചാരണത്തിൽ കൂടുതലായിട്ട് ഇവർ ഉയർത്തിക്കാട്ടിയത് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ഇനി കോട്ടയത്തിലേക്ക് പോവുകയാണെങ്കിൽ കോട്ടയം ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ 12.33 ലക്ഷം വോട്ടർമാർ ഇന്ന് വിധിയെഴുതുകയാണ്. 3 മുന്നണികൾക്കും വിജയം അവകാശപ്പെടാൻ ന്യായവാദങ്ങൾ പലതുമുണ്ട്. കലാശക്കൊട്ടിന് ശേഷമുള്ള കൂട്ടിക്കിഴികളിൽ 3 മുന്നണികളും സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷം കണക്കെഴുതി കൂട്ടി ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലമാണ് കോട്ടയം. ഫ്രാൻസിസ് ജോർജ്, തോമസ് ചാഴിക്കാടൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ കഴിഞ്ഞ ദിവസവും പാർട്ടിയിലെ മുൻനിര നേതാക്കൾക്കൊപ്പം വോട്ടുഗതിയുടെ അവലോകനത്തിലായിരുന്നു. ബൂത്തടിസ്ഥാനത്തിലെ സമുദായ കണക്കെടുത്തതും മുൻ തെരഞ്ഞെടുപ്പുകളുടെ വോട്ട് നില നോക്കിയും നിലവിലെ സാഹചര്യങ്ങൾ അപഗ്രഥിച്ചും ചർച്ചകൾ നടത്തിക്കൊണ്ട് വലിയ മുന്നേറ്റ കഥകൾ തന്നെയാണ് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ബൂത്ത് കമ്മിറ്റികൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പുള്ളതും അറിയാവുന്നതും തിരിച്ചുപിടിക്കാവുന്നതുമായിട്ടുള്ള വോട്ടർമാരെക്കുറിച്ചുള്ള പ്രാദേശിക വിലയിരുത്തലുകൾ അടക്കം നടത്തിയിട്ടുണ്ട്. ആട്ടമുള്ള വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുവാൻ ഒറ്റക്കൈ വീട് കയറ്റവും അഭ്യർത്ഥനയും ഇന്നലെ വൈകുന്നേരത്തോടെ പൂർത്തിയാക്കുകയും ചെയ്തു. ഭരണവിരുദ്ധ വികാരവും കാർഷിക പ്രശ്നങ്ങളും ജനവിധിയിൽ പ്രതിഫലിക്കുമെന്ന് UDF കരുതുന്നു. MP എന്ന നിലയിൽ 100% ഫണ്ട് വിനിയോഗത്തോടെ നടപ്പാക്കിയ പദ്ധതികളുടെ നിരയും ജനകീയനെന്ന ഖ്യാതിയുമൊക്കെ മുന്നണിക്കുപരിയായിട്ട് വ്യക്തിഗത വോട്ടുകളാകുമെന്ന് LDF വിലയിരുത്തുന്നുണ്ട്. മോദി തുടർന്നും ഭരണത്തിലെത്തുമെന്ന ധാരണ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്നാണ് NDA അവിടെ പറയുന്നത്. ഇനി ആലപ്പുഴ നിയോജക മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ ആലപ്പുഴയിൽ ആരിഫ് മത്സരിക്കുമെന്ന് അത് ആദ്യം തന്നെ ഉറപ്പായിരുന്നു. KC വേണുഗോപാൽ വന്നതോടെ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം, രാഷ്ട്രീയ ചിത്രം ചൂടുപിടിക്കുകയായിരുന്നു. തുടർന്നുള്ള ചൂടിൽ തീപാറിക്കുവാൻ വേണ്ടിയിട്ടാണ് പെൺപുലിയായി ശോഭാ സുരേന്ദ്രനും ചിത്രത്തിലെത്തിയത്. ഇന്ന് വോട്ടർമാർ ബൂത്തിൽ ആർക്കൊപ്പം എന്നത് പ്രവചനാതീതമാണ്. ചുട്ടുപൊള്ളുന്ന പകലും ആവിയെടുക്കുന്ന രാവുമൊക്കെ മറന്ന് സ്ഥാനാർത്ഥികൾ 3 മുന്നണികളുടെ പ്രവർത്തകരും അരൂർ മുതൽ കായംകുളം വരെ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും തങ്ങളുടെ വിജയത്തിനായിട്ട് ഉഴുതുമറിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വരെ. കേരളത്തിൽ UDF തരംഗം കൊടുങ്കാറ്റ് വീശിയ 2019 ആലപ്പുഴ ഒലിച്ചു പോകാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ആരിഫിൻ്റെ കേമത്വം തന്നെയാണ് KC വേണുഗോപാലിനെ തന്നെ ആലപ്പുഴയിൽ തിരിച്ചെത്തിക്കുവാൻ UDFനെ പ്രേരിപ്പിച്ചത്. ആരിഫിൻ്റെ കണക്കുകൂട്ടലും വേണുഗോപാലിൻ്റെ കണക്ക് തീർക്കലും എങ്ങനെ വർക്കൗട്ടായെന്ന് ഇന്ന് ജനം തീരുമാനിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. 2014 പാലക്കാടും 2019 ആറ്റിങ്ങലും വോട്ടെണ്ണം കൂട്ടിവന്ന NDAയുടെ ശോഭാ സുരേന്ദ്രൻ്റെ മോദി ഫാക്ടറും ചേർന്ന് മണ്ഡലത്തിലെ വോട്ടർമാരിൽ ചലനമുണ്ടാക്കി എന്ന് വേണം കരുതുവാൻ. ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിത ബോധവും ആശങ്കയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ചിന്തയും വോട്ടിംഗ് പാറ്റേണും ഇത്തവണ പ്രതീക്ഷിക്കണം. അങ്ങനെ വന്നാൽ പ്രവചനങ്ങൾക്ക് അതീതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലവും പ്രതീക്ഷിക്കണമെന്നാണ് ആലപ്പുഴയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് അവിടുത്തെ സാരവും. ഇനി നമ്മൾ മാവേലിക്കരയിലേക്ക് പോവുകയാണ്. മാവേലിക്കരയിൽ കായലും കടലും മലയും
നെൽപ്പാടങ്ങളും കൊണ്ട് സമ്പന്നമായിട്ടുള്ള മാവേലിക്കരയിൽ ഒന്നും പ്രവചിക്കാനാവാത്ത അവസ്ഥയാണ്. കടുത്ത രാഷ്ട്രീയ ബോധ്യമുള്ളവർക്കും ഒന്നും അങ്ങോട്ട് ഉറപ്പിച്ചു പറയാനാകാത്ത മണ്ഡലം. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒന്നുണ്ട്, കഴിഞ്ഞ തവണത്തതുപോലെ ഏകപക്ഷീയമായിട്ടുള്ള വിജയം ആർക്കും ഉണ്ടാവില്ല. കോട്ടയം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലായി പരന്നു കിടക്കുന്ന വിശാലമായിട്ടുള്ളൊരു മണ്ഡലമാണ് മാവേലിക്കര എന്ന് പറയപ്പെടുന്നത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളുടെ കണക്കിൽ UDF-നാണ് മുൻതൂക്കമെങ്കിൽ കൂടിയും തുടർച്ചയായി 3 വട്ടം ജയിച്ച കൊടിക്കുന്നിൽ സുരേഷിന് ഇക്കുറി ഇഞ്ചോടിഞ്ച് മത്സരമാണ് നേരിടേണ്ടി വന്നത് എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പാർലമെൻറ്റിലെ ഏറ്റവും സീനിയർ MP-യാണ് കൊടിക്കുന്നിൽ സുരേഷ് എങ്കിൽ 40 വയസ്സിൻ്റെ യുവത്വവുമായാണ് അരുൺകുമാറിൻ്റെ വരവ്. LDF-ൻ്റെ സ്ഥാനാർത്ഥി ഇരുമുന്നണികളെയും വിറപ്പിക്കുവാനുള്ള കരുത്ത് തനിക്കുണ്ട് എന്ന് NDA-ക്ക് വേണ്ടി ഗോതയിൽ ഇറങ്ങിയിരിക്കുന്ന ബൈജു കലാശാലയും സൂചന നൽകി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ നടപ്പാക്കിയ വികസന കാര്യങ്ങൾ അത് ഉയർത്തിക്കാട്ടിയാണ് കൊടിക്കുന്നിൽ സമ്മതിദായകരെ സമീപിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷൻ വികസനവും മറ്റും ഉയർത്തിക്കാട്ടിയാണ് കൊടിക്കുന്നിലിൻ്റെ പ്രചാരണം. കോൺഗ്രസിൽ നിന്ന് BDJS-ലെത്തിയ ബൈജു കലാശാലയുടെ ലക്ഷ്യം വോട്ട് വിഹിതം ഉയർത്തുക എന്നത് തന്നെയാണ്. ഇനി നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോവുകയാണെങ്കിൽ പത്തനംതിട്ട മണ്ഡലം എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം ശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിൻ്റെ നിറവിലാണ് പത്തനംതിട്ടയിൽ പ്രചാരണം കൊഴിപ്പിക്കുന്നതും കൊടിയിറങ്ങിയതും എന്ന് വേണമെങ്കിൽ പറയാം. നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളിൽ അവർ ശ്രദ്ധിച്ചത് അടിയൊഴുക്കിനുള്ള സാധ്യതകളെക്കുറിച്ചായിരുന്നു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകൃതമായ ശേഷം നടന്ന 3 തിരഞ്ഞെടുപ്പുകളിലും വിജയം നേടിയെങ്കിലും UDF-ൻ്റെ ചുവട്ടിലെ മണ്ണിന് ഇളക്കം തട്ടിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് തന്നെയാണ് LDF-ൻ്റെ പ്രതീക്ഷ. മറ്റു 2 മുന്നണികളെക്കാൾ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വർധനയുള്ളൂ, പക്ഷേ NDA-ക്കാണ് എന്നുള്ളതാണ് പ്രത്യേകത. രാഷ്ട്രീയമായി പത്തനംതിട്ടയുടെ ചായ്വ് പണ്ടേ വലതുപക്ഷത്തേക്കാണെങ്കിലും നിയമസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും സമീപകാലത്ത് പത്തനംതിട്ട പതിവില്ലാതെ ചുവക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത്തരത്തിൽ വോട്ടുകളുടെ അടിയൊഴുക്ക് പ്രകടനമാകാനിടയുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് പത്തനംതിട്ട നിലനിർത്തുകയെന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ആൻറ്റോ ആൻ്റണിക്ക് UDF നൽകിയിട്ടുള്ളതും. കരുത്തനായ സ്ഥാനാർത്ഥിയുടെ പിൻബലത്തിൽ പത്തനംതിട്ടയിൽ വെന്നിക്കൊടി പാറിക്കുക എന്നതാണ് LDF ലക്ഷ്യം വയ്ക്കുന്നത്. തോമസ് ഐസക്, ആലപ്പുഴക്കാരനായ തോമസ് ഐസക് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് തന്നെ മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന താല്പര്യത്തിലുമാണ്. BJP കേന്ദ്ര നേതൃത്വം അനിൽ K. ആൻ്റണിയെ പത്തനംതിട്ടയിലേക്ക് അയച്ചതും വിജയത്തിൽ കുറഞ്ഞ് ഒന്നും പ്രതീക്ഷിക്കരുതെന്ന നിർദ്ദേശത്തോടു കൂടിയും തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നു. കൊല്ലത്ത് പ്രചാരണത്തിൻ്റെ അവസാന ലാപ്പ് വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച കൊല്ലത്ത് മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്ന് തന്നെ പറയാം. UDF-ലെ NK പ്രേമേന്ദ്രനും LDF-ലെ M. മുകേഷും NDA-ലെ G. കൃഷ്ണകുമാറും ഒരേ സ്വരത്തിൽ ഗ്യാരണ്ടി പറയുന്നത് വിജയം ഉറപ്പ് എന്നാണ്. മുന്നണി നേതൃത്വങ്ങളും സമാനമായിട്ടുള്ള വിജയ പ്രതീക്ഷയാണ് അവിടെ വച്ചു പുലർത്തുന്നത്. ഇതുവരെയുള്ള വിലയിരുത്തൽ തോൽക്കാനുള്ള ഒരു കാരണവും അവർക്ക് മുന്നിലില്ല. മികച്ച പാർലമെന്റേറിയൻ എന്ന ബഹുമതി തന്നെ പ്രേമേന്ദ്രന് വീണ്ടും റെക്കോർഡ് ഭൂരിപക്ഷം നേടിക്കൊടുക്കുമെന്നാണ് UDF-ൻ്റെ പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത്. വികസന കാര്യത്തിലെ ശക്തമായിട്ടുള്ള പ്രകടനവും ദേശീയ രാഷ്ട്രീയത്തിലെ BJP വിരുദ്ധ വികാരവും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനരോഷവും ഒക്കെ പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനുള്ള അനുകൂല ഘടകങ്ങളായി UDF നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നഷ്ടപ്പെട്ടുപോയ മണ്ഡലം M. മുകേഷിലൂടെ അനായാസം തിരിച്ചു പിടിക്കാമെന്ന ഒരു അമിത പ്രതീക്ഷ LDF-ഉം CPM ഒക്കെ വച്ചു പുലർത്തുന്നുണ്ട്. എങ്കിലും ഇക്കുറി കൊല്ലം ഇടതുപക്ഷത്തിന് സ്വന്തമാകുമെന്ന് LDF നേതൃത്വം ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം മുകേഷ് ജനകീയനല്ല എന്ന് തന്നെ. ദേശിംഗ നാട്ടിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് NDA-ലെ G. കൃഷ്ണകുമാറും പോർമുഖത്ത് കരുത്തു കാട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒന്ന് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിലേക്ക് പോകുമ്പോൾ 30 വർഷത്തിന് ശേഷം UDF പിടിച്ചെടുത്ത ആറ്റിങ്ങൽ UDF-നും LDF-നും പ്രസ്റ്റീജ് മണ്ഡലമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അത്ഭുതകരമായിട്ടുള്ള കുതിപ്പിൻ്റെ ബലത്തിൽ അട്ടിമറി പ്രതീക്ഷയുമായിട്ട് കേന്ദ്രമന്ത്രി V. മുരളീധരൻ കൂടി മത്സരത്തിനിറങ്ങിയപ്പോൾ ആറ്റിങ്ങലിൽ വാശിയേറിയിട്ടുള്ള ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് നേടിയത് അട്ടിമറി വിജയമായിരുന്നു. മണ്ഡലം നിലനിർത്തുക എന്ന ദൗത്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്. ഇടതുമുന്നണിക്ക് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ അടിത്തറയുള്ള ആറ്റിങ്ങലിൽ ലോക്സഭാ മണ്ഡല പരിധിയിൽപ്പെടുന്ന വർക്കലയിലെ MLA ആയിട്ടുള്ള V. ജോയിയെ രംഗത്തിറക്കിയതോടെ മത്സരം മുറുകുകയായിരുന്നു. BJP-യും പ്രതീക്ഷയോടുകൂടി മത്സരിക്കുന്ന മണ്ഡലമാണിത്. 2019 ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരിച്ച് 24.66% വോട്ട് നേടിയിരുന്നു. വിജയിച്ച അടൂർ പ്രകാശിന് 37.87%, രണ്ടാമത്തെ അഡ്വക്കേറ്റ് സമ്പത്തിന് 34.07% വോട്ട് ലഭിച്ചത്. ആഞ്ഞു പിടിച്ചാൽ അടൂരിൽ ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിൽ V. മുരളീധരൻ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. തുടക്കത്തിലെ രംഗത്തിറങ്ങിയ V. ജോയ് പ്രചാരണ രംഗത്ത് ഏറെ മുന്നിലായിരുന്നു. അവസാന ആഴ്ച ആയതോടെ അടൂർ പ്രകാശും ഇവരോടൊപ്പം ഒപ്പത്തിനൊപ്പം എത്തി. അടൂർ പ്രകാശും V. ജോയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. അവസാനമായി എത്തുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് കേരളത്തിലെ ഏറ്റവും കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് തീവാറും പോരാട്ടമാണ് നടക്കുന്നത് എന്ന് പറയാം. 1.5 മാസത്തോളം നീണ്ട പ്രചാരണം അവസാനിപ്പിച്ച് മുന്നണികൾ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്നതിനു ശേഷവും തിരുവനന്തപുരത്ത് പ്രചാരണം അസാധ്യമാകുന്നു. തുടർച്ചയായ 4ാം വിജയം ലക്ഷ്യം വെച്ച് UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ മത്സരിക്കുന്നു.
ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് ജയിച്ചുകയറുന്ന ആദ്യ BJP-കാരനാകുക എന്ന വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ കളത്തിൽ നിൽക്കുന്നു. CPI-യുടെയും ഇടതുപക്ഷത്തിൻ്റെയും പഴയ പ്രതാപം വീണ്ടെടുക്കുവാനുള്ള നിയോഗമെന്നാണ് മുതിർന്ന നേതാവായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ തിരുവനന്തപുരത്തെക്കുറിച്ച് പറയാം. തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ച ജനപ്രതി എന്ന റെക്കോർഡ് ഇപ്പോൾ തന്നെ ഡോക്ടർ ശശി തരൂരിനാണ്. പാർട്ടിയുടെ സംഘടനാ ബലത്തിൻ്റെ പിന്തുണ കാര്യമായി കിട്ടിയില്ല എങ്കിലും പ്രചാരണ രംഗത്തെ മികവോടെ നിൽക്കാൻ തരൂരിന് സാധിച്ചു എന്നുള്ളതാണ്. 15 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടും വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ തരൂരിന് സാധിച്ചില്ലെന്ന വിമർശനമാണ് രാജീവ് ചന്ദ്രശേഖർ പ്രചാരണ രംഗത്ത് പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടിയത്. ഇത് മുൻകൂട്ടി കണ്ടാകണം 68 പേജുള്ള വികസന രേഖ പുറത്തിറക്കിക്കൊണ്ടാണ് തരൂർ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് തന്നെ. ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന യോഗ്യതകളും സാമ്പത്തിക ശേഷിയുമുള്ള 2 പേർക്കിടയിൽ ജനങ്ങൾക്കൊപ്പം നടക്കുന്ന സാധാരണക്കാരനെന്ന പരിചയപ്പെടുത്തിയാണ് ഇടത് സ്ഥാനാർത്ഥിയായുള്ള പന്ന്യൻ രവീന്ദ്രൻ പ്രചരണം നടത്തിയിരുന്നത്. BJP-യുമായാണ് മത്സരമെന്ന് ശശി തരൂർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 7 മണ്ഡലങ്ങളിലും ലീഡ് നേടുമെന്നും മികച്ച വിജയം കൈവരിക്കുമെന്നും തരൂർ തന്നെ സ്ഥാപിക്കുന്നുണ്ട്. മത്സരം LDF-ഉം BJP-യും തമ്മിലാണ് എന്ന് പന്ന്യൻ രവീന്ദ്രൻ അവകാശപ്പെടുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിലാണ് UDF-ഉം LDF-ഉം ശ്രമിക്കുന്നത് എന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറയുകയാണ്. അങ്ങനെ കൊണ്ടും കൊടുത്തും കളം നിറഞ്ഞാടുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ തുളുനാടൻ അങ്കത്തട്ട് മുതൽ ഇങ്ങ് നമ്മുടെ തിരുവനന്തപുരം വരെ അനന്തപുരത്തിൻ്റെ പത്മനാഭൻ്റെ മണ്ണ് വരെ എത്തുമ്പോൾ 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളും വളരെ കടുത്ത ത്രികോണ മത്സരങ്ങൾ വരെ നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. വളരെ വലിയ വിജയപ്രതീക്ഷയിലാണ് ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ, വോട്ടെടുപ്പിൻ്റെ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇപ്പോൾ ഓരോ മുന്നണിയും എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 20-ൽ 20 സീറ്റ് നേടുമെന്ന പ്രതീക്ഷയിൽ UDF-ഉം കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ LDF-ഉം പുതിയ അങ്കത്തട്ട് ഒരുക്കുകയാണ് BJP. കാരണം ഞങ്ങളിവിടെ പിടിമുറുക്കുമെന്നുള്ള കൃത്യമായ പ്രചരണ പരിപാടികളോട് തന്നെ BJP-യും രംഗത്തെത്തിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിലുമുള്ളത്. എന്തു തന്നെയായാലും ജനങ്ങളുടെ വളരെ അഭൂതപൂർവമായ തിരക്ക് ആദ്യ മണിക്കൂറുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി വരും മണിക്കൂറുകൾ ഇത് കൂടുതലാകുവാനാണ് സാധ്യത. അങ്ങനെ വലിയ ഉത്സവം പോലെ ജനാധിപത്യത്തിൻ്റെ വലിയ ഉത്സവമായിട്ടുള്ള തിരഞ്ഞെടുപ്പിനെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം.